നമസ്കാരം. കഠിനാധ്വാനം ചെയ്യുന്നവരാണ് നമ്മളിലധികവും. പക്ഷെ നമ്മൾ എത്ര പണമുണ്ടാക്കിയാലും അത് കയ്യിൽ നിൽക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതിന് കാരണം നിങ്ങളുടെ കഠിനാധ്വാനത്തിലുള്ള കുറവല്ല, മറിച്ച് ധനത്തെക്കുറിച്ചുള്ള ശാശ്വതമായ നിയമങ്ങൾ നിങ്ങൾക്കറിയാത്തതുകൊണ്ടാണ്. 2000 വർഷം മുൻപ് ചന്ദ്രഗുപ്തനെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ അധിപനാക്കിയ ചാണക്യൻ ധനത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ പഠിപ്പിച്ചു. ഈ തത്വങ്ങൾ പിന്തുടർന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പണത്തിന് കുറവുണ്ടാവില്ല എന്നുറപ്പാണ്. ഈ നിയമങ്ങളിൽ മൂന്നാമത്തെ നിയമമാണ് ഏറ്റവും പ്രധാനം. അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിന്റെ ധനപരമായ ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്നു. നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ നിയമം: വിത്തിനുള്ള ധനം മാറ്റിവെക്കുക. ഒരു കർഷകൻ എല്ലാ വിത്തുകളും വിതയ്ക്കാറില്ല. അടുത്ത വർഷത്തേക്ക് വേണ്ടി ഒരു ഭാഗം എപ്പോഴും മാറ്റിവെക്കും. നിങ്ങളുടെ എല്ലാ വരുമാനവും ചെലവഴിക്കുകയോ എല്ലാ ലാഭവും ബിസിനസ്സിൽ നിക്ഷേപിക്കുകയോ ചെയ്യരുത്. നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം നിങ്ങൾ ഒരിക്കലും എടുക്കാത്ത ധനമായി മാറ്റിവെക്കണം. ഇത് ബാധ്യത തീർക്കാനോ വീട് വെക്കാനോ ഉള്ള പണമല്ല. ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയുടെ വിത്താണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ വരുമ്പോൾ, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ഒരു വലിയ ബിസിനസ് അവസരം വരുമ്പോൾ മാത്രമേ ഈ വിത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയൂ. നിങ്ങളുടെ വരുമാനത്തിന്റെ കുറഞ്ഞത് 10% ഒരു പ്രത്യേക അക്കൗണ്ടിൽ നിക്ഷേപിക്കുക. ഇത് കുറഞ്ഞ റിസ്ക്കുള്ള, പെട്ടെന്ന് എടുക്കാൻ കഴിയുന്ന ഒരു നിക്ഷേപമായിരിക്കണം. ഈ പണം നിങ്ങളുടെ സാമ്പത്തിക അടിത്തറയാണ്. ഇത് നിങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കും. രണ്ടാമത്തെ നിയമം: ധനത്തെ 3 കുട്ടകളിൽ നിക്ഷേപിക്കുക. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചാൽ അത് മറിഞ്ഞുപോയാൽ എല്ലാം നഷ്ടമാകും. ധനത്തെ 3 വ്യത്യസ്ത പാത്രങ്ങളിൽ വെക്കാനാണ് ചാണക്യൻ ഉപദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പാത്രം നിങ്ങളുടെ സുരക്ഷ. നിങ്ങളുടെ പണത്തിന്റെ ഒരു ഭാഗം സുരക്ഷിതമായ നിക്ഷേപങ്ങളിൽ വെക്കുക. ഉദാഹരണത്തിന് സ്വർണം, സർക്കാർ ബോണ്ടുകൾ, FD. പണം നഷ്ടപ്പെടാൻ പാടില്ലാത്ത മേഖലയാണിത്. രണ്ടാമത്തെ പാത്രമാണ് നിങ്ങളുടെ വളർച്ച. നിങ്ങളുടെ പണത്തിന്റെ മറ്റൊരു ഭാഗം കൂടുതൽ വളർച്ചയുള്ളതും എന്നാൽ റിസ്ക്കുള്ളതുമായ മേഖലകളിൽ നിക്ഷേപിക്കുക. ഉദാഹരണത്തിന് ഓഹരി വിപണി, സ്വന്തം ബിസിനസ്. ഇവിടെ റിസ്ക് എടുക്കാൻ തയ്യാറാവുക. മൂന്നാം പാത്രം ദ്രവ്യത. കുറച്ച് പണം എപ്പോഴും നിങ്ങളുടെ കയ്യിൽ വേണം. അതായത് എളുപ്പത്തിൽ പണമാക്കി മാറ്റാൻ കഴിയുന്നത്. പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ വിപണിയിൽ പെട്ടെന്ന് വരുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനോ വേണ്ടിയാണിത്. ഒരു കൂടമറിഞ്ഞാലും മറ്റ് 2 നിങ്ങളെ സംരക്ഷിക്കും. എല്ലാ സമ്പത്തും ഒരിടത്ത് വെക്കുന്നത് സാമ്പത്തിക ആത്മഹത്യയാണ്. മൂന്നാമത്തെ നിയമം: ചെലവ് രാജകീയമായല്ല, വിവേകത്തോടെയാണ്. ആർഭാടത്തിൽ ധനം നശിപ്പിക്കുന്നവൻ ഭാവിയിൽ ഭിക്ഷക്കാരനാകും. ചാണക്യന്റെ ഈ വാക്കുകൾ വളരെ കഠിനമാണ്. ചെലവ് 2 തരമുണ്ട്. ഒന്ന്, ധാർമ്മിക ചെലവ്. ഇത് നിങ്ങളുടെ അറിവിനു വേണ്ടി, ആരോഗ്യത്തിനു വേണ്ടി, കുടുംബത്തിനു വേണ്ടിയുള്ളതാണ്. ഈ ചെലവ് നിങ്ങളെ ശക്തനാക്കും. പിന്നെ ആർഭാട ചെലവ്, മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി, നിങ്ങളുടെ നിലവാരം തെളിയിക്കാൻ വേണ്ടി ചെയ്യുന്ന ചെലവാണിത്. ഇത് നിങ്ങളെ ദുർബലനാക്കും. എങ്ങനെ വിവേകത്തോടെ ചെലവഴിക്കും? നിങ്ങളൊരു സാധനം വാങ്ങുമ്പോൾ സ്വയം ചോദിക്കുക, ഇത് എന്റെ ജീവിതത്തിൽ എന്ത് മൂല്യമാണ് കൂട്ടിച്ചേർക്കുന്നത്? ഒരു പുതിയ വാഹനം വാങ്ങുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കാണെങ്കിൽ അത് ധാർമ്മിക ചെലവാണ്. മറ്റൊരാളെ കാണിക്കാനാണെങ്കിൽ അത് ആർഭാടമാണ്. ചാണക്യന്റെ ഉപദേശം: പണക്കാരനായിരിക്കുമ്പോൾ ലളിതമായി ജീവിക്കാൻ പഠിക്കുക. നിങ്ങളുടെ സമ്പത്ത് ഒരിക്കലും പുറം ലോകം അറിയേണ്ടതില്ല. നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ രൂപയും നിങ്ങൾക്ക് ഭാവിയിൽ കൂടുതൽ പണം നേടിത്തരുന്നതാണോ എന്ന് ഉറപ്പാക്കുക. നാലാമത്തെ നിയമം: ഒഴുക്കുള്ള ജലം പോലെയാണ് ധനം. സ്ഥിരമായി കെട്ടിക്കിടക്കുന്ന വെള്ളം അഴുക്കാകും. ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ് ശുദ്ധിയുള്ളത്. ധനവും അതുപോലെയാണ്. പണം വെറുതെ ബാങ്ക് അക്കൗണ്ടിൽ കിടന്നാൽ പണപ്പെരുപ്പം കാരണം അതിന്റെ മൂല്യം കുറയും. പണം എപ്പോഴും ജോലി ചെയ്യണം. ചാണക്യന്റെ നിർദ്ദേശം: ഓരോ മാസവും നിങ്ങൾ മാറ്റിവെച്ച വിത്തുകൾ വളർത്താനുള്ള വഴി കണ്ടെത്തുക. നിങ്ങളുടെ നിക്ഷേപം സ്ഥിരമായി വളരുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. പണം ജോലി ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ അധ്വാനം മാത്രമേ വരുമാനമാർഗമായി ഉണ്ടാവുകയുള്ളൂ. പുതിയ അറിവ് നേടുക. ധനം എവിടെയാണ് ഒഴുകുന്നത് എന്ന് അറിയാനുള്ള അറിവ് നേടുക. സാമ്പത്തിക ലോകത്തിലെ മാറ്റങ്ങൾ പഠിക്കുക. നിങ്ങൾ ധനത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ ധനം നിങ്ങളിലേക്ക് ഒഴുകിയെത്തും. അഞ്ചാമത്തെ നിയമം: സമൂഹത്തിന് പങ്ക് നൽകുക. നിങ്ങൾ ധനമുണ്ടാക്കുമ്പോൾ അതിൽ ഒരു ഭാഗം തിരിച്ച് സമൂഹത്തിന് നൽകുക എന്നത് ധാർമ്മികമായ ഒരു നിയമമാണ്. ചാണക്യന്റെ തത്വം ഇതാണ്: നിങ്ങൾ സമൂഹത്തിന് തിരികെ നൽകിയാൽ സമൂഹം അതിലും വലുത് നിങ്ങൾക്ക് തിരികെ തരും. ഇത് വെറും ധർമ്മമല്ല, ഇതൊരു സാമ്പത്തിക ചക്രമാണ്. നിങ്ങൾ മറ്റൊരാളുടെ വളർച്ചയ്ക്ക് സഹായിക്കുമ്പോൾ നിങ്ങൾ പുതിയ അവസരങ്ങൾ ഉണ്ടാക്കുകയാണ്. പണം നിങ്ങളിൽ മാത്രം ഒതുങ്ങിയാൽ അതിന്റെ വളർച്ച നിലയ്ക്കും. നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം
നിങ്ങൾ വിശ്വസിക്കുന്ന നല്ല കാര്യങ്ങൾക്കായി മാറ്റിവെക്കുക. ഇത് നിങ്ങൾക്ക് മാനസികമായ സംതൃപ്തി നൽകുക മാത്രമല്ല, നിങ്ങളുടെ സാമ്പത്തിക ചക്രത്തിൽ കൂടുതൽ നല്ല ഊർജ്ജം കൊണ്ടുവരികയും ചെയ്യും. ഇത് നിങ്ങൾക്ക് ദീർഘകാല വിജയം നൽകും. സുഹൃത്തുക്കളെ, നിങ്ങൾ എന്നും ധനികനായിരിക്കാൻ ഈ പുരാതന നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ മതി. ഈ നിയമങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ ഇന്നു മുതൽ ഉപയോഗിച്ചു തുടങ്ങുക. നിങ്ങളുടെ ചോദ്യങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ധനതന്ത്രങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.